ഹലോ, ഗുഡ് മോർണിംഗ്. സുന്ദര സുപ്രഭാതം. നമ്മളിന്ന് ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളെ കുക്കിംഗ്. അപ്പം നമുക്ക് പോയാലോ? നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ വന്ന് നമ്മൾ സുന്ദരിയായി. അപ്പം നമ്മൾ അടുക്കളയ്ക്ക് പോവാം. നമ്മുടെ അമ്മായി ഇതാ വരണ, ബെക്സാ ബേബി ഇതാ കിടക്കണ. നമ്മളെ അടുക്കള ഇരുടാണ്. അപ്പം നമുക്ക് ഇന്നത്തെ കലാപരിപാടി തുടങ്ങാം. നമ്മളെ മരത്തുമെന്ന് ഞാൻ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിക്ക് പറിച്ചതാണ് കേട്ടോ. അമ്പലത്തല്ല, നമ്മുടെ അമ്പലതാ. കണ്ടോ നമ്മുടെ ഉണ്ണേട്ട അമ്പലത്തിലുണ്ട്. അപ്പം നമുക്കിതാ ഇന്ന് നമുക്ക് ചപ്പാത്തിനോട് വിടയാണ്. വെള്ളപ്പമാവാണ്. ഇതൊന്നും നമുക്ക് വല്ലാതെ ഇന്നും പുളിച്ച് പൊങ്ങിയില്ല. നമുക്ക് ഇന്ന് വെള്ളപ്പം, മുട്ടക്കറി. അതിന് നമ്മളൊരു കിഴങ്ങ് എടുക്കണ്ട. മുട്ടക്കറിക്കാണ് ഉള്ളിക്കിഴങ്ങ്. ഒരു തക്കാളി ഫുള്ള് ഇടില്ല, ഹാഫ് ഇടുള്ളൂ. ഒരു ഇച്ചിരി കറി വേണം. തക്കാളീൻ്റെ പുളി ടേസ്റ്റൊന്നും ഈ മുട്ടക്കറിയിൽ നമ്മുടെ ഉണ്ണിയൊന്നും ഇഷ്ടാവില്ല. നമ്മുടെ ഡെക്സാ ബേബി ഇഷ്ടാവില്ല. ഡെക്സാ ബേബി എന്താ പറയുന്നത്? ഡെക്സാ ബേബി നീലുമ്മ ചേച്ചി പോയടാ, പോയി കണ്ണേ. അപ്പൊ നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് നന്നാക്കി നമുക്ക് ഉള്ളിക്കൊട്ടയിൽ നിന്ന് നമുക്ക് ഉള്ളി ഇടക്കാം. കുഞ്ഞു ഉള്ളി ആയതുകൊണ്ട് രണ്ട് സവാള അവിടെ ഇങ്ങനെ ക്ലിയർ. അപ്പൊ നമുക്ക് നമ്മുടെ കുഞ്ഞ് അടുക്കളയായതുകൊണ്ട് നമുക്ക് സൗകര്യം വളരെ കുറവാണ്. ഉള്ളത് കൊണ്ട് ഓണം പോലെ. അപ്പം നമുക്ക് രണ്ടുള്ളി നന്നാക്കാം. പിന്നെ എന്തൊക്കെയാ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ മുട്ടക്കറി വെക്കാനുള്ള സവാള അരിഞ്ഞു, ഒരു 2 കഷ്ണം തക്കാളി, ഒരു ഉരുളക്കിഴങ്ങ്, കറിവേപ്പില, ഒരു പച്ചമുളക് മതി കേട്ടോ. അതിനൊന്നും വേണ്ടാന്ന് അങ്ങോട്ട് ലാലിക്കോട്ടെ. എന്നിട്ട് കാണാവേ. അപ്പം നമ്മൾ കുക്കറിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളകും പൊടി ഇട്ട്, ഇച്ചിരി ഉപ്പ്, ഇച്ചിരി വെളിച്ചെണ്ണ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ചങ്ങോട്ട് കുക്കർ അടച്ച് വെക്കാം. ഓക്കേ. എന്താ അത് പോണ മുട്ടക്കറി അപ്പം കൂടി കഴിക്കുമ്പോഴല്ല ഒരു വൈബാ. നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി. നമ്മുടെ ദോശക്കല്ലിൽ നിന്ന് നമ്മൾ എടുക്കണം. ചുടാ എന്നിട്ട് അടുത്തത് പാരാൻ പോകണം. അടുത്ത നോക്കിക്കൊണ്ട് നമുക്ക് വേഗം കെട്ടെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഉണ്ണിയേട്ടനെ കൊണ്ടു കൊടുക്കാം. കാരണം എന്താ, ഉണ്ണിയേട്ടൻ ഞാൻ ഇല്ലാണ്ട് കഴിക്കില്ല. അപ്പം എനിക്കും കൂടി ആവട്ടെ. ഷാർപ്പ് ബ്രേക്ക്. അപ്പോൾ അതർവൈസ് നമ്മൾ ഓരോന്നോരായി കൊണ്ടുവെക്കട്ടെ കേട്ടോ. പിന്നെ എന്തൊക്കെയാ ഗുഡ് മോർണിംഗ്, സുന്ദര സുപ്രഭാതം. നമ്മൾ കുറേ ആയിട്ടോ വീഡിയോ ഇട്ടിട്ട്. ഇനി നമുക്ക് വീഡിയോ ഒക്കെ വേണം അല്ലേ? വേറൊരു ലൈവായിട്ട് അങ്ങനെ പോവായിരുന്നു. പിന്നെ എന്താ, ഞാനല്ലാതായോ എന്നൊരു സംശയം. കാരണം വെച്ചാൽ ഞാൻ നല്ലൊരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നൊരു നല്ലൊരു യൂട്യൂബർ ആണ്. പൈസ ഒന്നും കിട്ടാത്ത, യൂട്യൂബിൽ നിന്ന് 5 പൈസ കിട്ടാത്തൊരു നല്ലൊരു യൂട്യൂബർ ആയിരുന്നു ഞാൻ. എപ്പോഴും വീഡിയോ ഒക്കെ ഇട്ട് നല്ല എൻ്റെ ജീവിതം അങ്ങനെ അടിപൊളിയായിട്ട് കൊണ്ടുപോയ ഞാൻ പെട്ടെന്ന് എവിടെ വെച്ച് ഷോർട്ട് ബ്രേക്ക്. അപ്പം ആ ബ്രേക്കിൽ നിന്നൊക്കെ ഞാൻ ഉയർത്തെഴുന്നേറ്റ് ഞാനായി വന്നിരിക്കുകയാണ്. അപ്പം അടുത്ത ദോശയും റെഡിയല്ല, കുത്തപ്പം എന്നാണ് ഇതിന് പറയാം. കാരണം നമ്മുടെ വെള്ളപ്പം സക്സസ് ആയില്ല. അതെന്താ അറിയോ അങ്ങനെ വന്നത്? നമ്മൾ വെള്ളപ്പം ചുടുന്ന ചട്ടിയിൽ നമ്മൾ പപ്പടം
പൊരിക്കുക. അങ്ങനെ പൊരിവറകുകളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അതിൽ നമ്മൾ പിന്നെ എന്തെങ്കിലും വറവിട്ട് ചെറുപയർ റോസ്റ്റൊക്കെ അതിലേക്ക് ഒഴിച്ച് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് വേവിച്ച് അങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞാൽ ആ ചീഞ്ചട്ടി കഴിഞ്ഞ് കിടക്കും. പിന്നെ ഇൻഡാലിയത്തിൻ്റെ ഒരു ചീഞ്ചട്ടി ഉണ്ട് പണ്ട് മുതലേ ഉള്ള, അതും ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഇൻഡാലിയത്തിൻ്റെ ചീഞ്ചട്ടി തന്നെ റെഡിയാക്കാം. കാരണം വെച്ചാൽ ഈ നോൺ സ്റ്റിക്കൊന്നും അത്ര നന്ദിയില്ല എന്ന് പറയുന്നു. എന്നാലും നമ്മൾ നോൺ സ്റ്റിക്കിലേക്ക് തന്നെ പോകും. അപ്പോൾ എനിക്ക് പറ്റിയ 2 നോൺ സ്റ്റിക്കിൽ ഞാൻ 2 വെള്ളപ്പച്ചുട്ടേ കടിച്ചതാണ്. ഇത് അടുപ്പത്ത് വെച്ച് ഞാനങ്ങ് പോയി, അതങ്ങോട്ട് മാറ്റി വെച്ച് രണ്ടാമത്തെ ചട്ടി എടുത്ത് ഞാനിതാ ഇപ്പം ഇത് കിട്ടുമായിരിക്കും. പക്ഷെ എനിക്ക് വരയ്ക്കാനാ വയ്യ. അവിടെ തൊട്ട് അമ്മായി വന്നിട്ടൊക്കെ റെഡി ആക്കിക്കൊള്ളു. അമ്മായിക്ക് നെരിമൊരിഞ്ഞതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് അമ്മായിക്ക് വെച്ചതാണ്. അമ്മായിക്ക് അങ്ങനെ വെച്ചല്ല, ആ വെള്ളപ്പത്തിൻ്റെ വക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ പറയും കരിഞ്ഞതാണ് അങ്ങോട്ട്, മറ്റേ കരിഞ്ഞതാണ് അത് എടുക്കൂല കേട്ടോ. ഇത് കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഇത് എത്ര പെട്ടെന്നായി എന്നറിയാം. ഓ ചുടുചുടാ കുത്തപ്പം. എൻ്റെ മോവിടെ ഗ്യാസിനെ കൊണ്ടാണ് ഈ ചീച്ചട്ടികളൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഇത്. അല്ലെങ്കിൽ ഒരു മുട്ട വെള്ളപ്പം വേണം. പിന്നെ വെള്ളപ്പം ചുവച്ചിട്ട് അതിൽ മുട്ട ഉടച്ച് പറന്നിട്ട് അതിൻ്റെ മേലെ ഇച്ചിരി കുരുമുളക് പൊടി പൂടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന് പറയും. അപ്പം അങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പം നമുക്ക് വരും, നമുക്ക് കഴിക്കാം. ഇതൊക്കെ അവിടെ കൊണ്ടുപോയിക്കട്ടെ. നമ്മൾ അപ്പോൾ നമ്മുടെ വീഡിയോ ലെങ്തായി പോകും. അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയ സ്റ്റാൻഡിലേക്ക് ഫിറ്റ് ചെയ്യാം. ഇത് പഴയ സ്റ്റാൻഡിൽ ഫിറ്റ് ചെയ്താണ്ടോ ഉണ്ണേട്ടൻ ചിത്താറ്. ഇനി നമ്മൾ ഉണ്ണേട്ടനായിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇങ്ങനെ നമ്മുടെ മുട്ടക്കറിയും വെള്ളപ്പും കട്ടൻ ചായയും HPB ഇതോടെ പറയണം കടി. ഇത് നമ്മുടെ അമ്മായിക്ക് മക്കൾ കറി എടുത്തോട്ടോ കേട്ടോ. ഉണ്ണിയടാ എങ്ങനെ സൂപ്പറാണോ? ഒരു ചിരി കാണുന്നില്ലല്ലോ മുഖത്ത്. അത് ഒറിജിനൽ ചിരിയല്ലേ, പിന്നെ ചിരിച്ചതാട്ടോ. ഒറിജിനൽ ചിരി ഉണ്ടാക്കിയൊരു ചിരിയായി പോയിട്ടുണ്ട് കേട്ടോ. ഹലോ, അപ്പോൾ ഗുഡ് മോർണിംഗ്, സുന്ദര സുപ്രഭാതം. നമ്മളിത് മുട്ടക്കറി കുത്തപ്പൊക്കെ കഴിക്കാൻ പോവാണ്. 2 എണ്ണമൊന്നും പോകില്ലടി, വാങ്ങിക്ക് 2 എണ്ണമൊക്കെ എടുത്തിട്ടതാണ്. അപ്പോൾ ഉണ്ണിയൊക്കെ നിന്ന് അങ്ങോട്ട് എടുത്തെടുത്താലാണ് കേട്ടോ. 2 എണ്ണോ? അപ്പോൾ ഇതൊക്കെ ആര് കഴിക്കുമോ? പിന്നെ കഴിക്കുമോ? നല്ല ആളാ, പിന്നെ കഴിക്കാണ്. അപ്പം നമ്മളെ അപ്പോൾ മുട്ടക്കറിയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യം തരാലോ. ആദ്യം നിങ്ങൾക്ക് തന്നിട്ട് ഗുഡ് മോർണിംഗ് സുന്ദര സുപ്രഭാതമൊക്കെ പറഞ്ഞിട്ട് ഞാൻ കഴിക്കണുള്ളൂ കേട്ടോ. ഗുഡ് മോർണിംഗ് സുന്ദര സുപ്രഭാതം കഴിച്ചോളൂ. സുതിമോളെ കഴിച്ചോളൂ. വാവ്, സൂപ്പറാണ്. പറഞ്ഞിട്ടെന്താ, അരിൻ്റെ അത്രയെങ്കിലും 2 എണ്ണം പോകില്ല. അപ്പം നമ്മൾ അങ്ങോട്ട് കിട്ടും. ഇതൊന്നും നല്ല വലിപ്പമുണ്ടല്ലേ. അപ്പം നമ്മളിത് കഴിക്കണോ. അപ്പം ലൈവിൽ കാണാം. ഞാനിത് കഴിഞ്ഞിട്ട് ലൈവ് ചെയ്താലാണ് ഇരിക്കുക. ഞായറാഴ്ച ലൈവ്, ഞായറാഴ്ച ലൈവ്, രാവിലത്തെ ലൈവ്. മതി, സ്ഥലത്തേക്കുണ്ട് കഴിക്കാം. അപ്പം ബൈ. സൺഡേ രാവിലത്തെ ഫുഡ് ഇത്രയേ ഉള്ളൂ. ഇനി ഉച്ചയ്ക്ക് എന്താണെന്ന് അറിയില്ല, കാണാം.
വത്തക്ക നമുക്കൊരു പീസ് കൊണ്ടുവെക്കാം. രക്ഷ ബേബിക്ക് വേണോ? രക്ഷ ബേബി വത്തക്ക ഇന്ന് വാവേ. ഇത് അംബികേൻ്റെ ഇതാണ്. വർക്കിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് കിടക്കണം ചേട്ടൻ. ഇനി നമുക്ക് അമ്മായിക്ക് കൊടുക്കാം. അമ്മായിക്ക് വലിയ പീസ് തന്നെ ആയിക്കോട്ടെ. ഇത് നാടൻ വത്തക്ക കേട്ടോ. ഇതാ ഗൈസ്, ഹായ് പറയും. നമ്മൾ കൊഞ്ച് തീയൽ വെക്കാൻ പോകുന്നത്. ഉള്ളിയൊക്കെ ഇതാ പൊളിച്ച് വെച്ചിരിക്കണം. ശേഷം കഴിച്ചു. ഹലോ ഗൈസ്, നമ്മൾ കൊഞ്ച് തീയൽ വെക്കാൻ പോകുന്നു. ആദ്യമായിട്ടാണ് കൊഞ്ച് തീയൽ വെക്കുന്നത്. തീയലെന്ന് കേൾക്കും. എന്താ തീയൽ എനിക്ക് അറിയില്ല. വറുത്തരച്ചൊരു കറിയാണിത്. ഞാനിപ്പം യൂട്യൂബ് എടുത്ത് വെച്ചപ്പോഴാണ് നമ്മൾ അറിയണത് കൊഞ്ച് തീയൽ. അപ്പം ഇന്ന് നമ്മൾ തീയൽ വെക്കണം. ഞാൻ എൻ്റെ ഉണ്ണേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഉണ്ണേട്ടാ ഞാൻ ഇന്ന് കൊഞ്ച് തീയൽ വെക്കട്ടെ. നമുക്ക് ഇഷ്ടമുള്ള എന്തോ വെച്ചാൽ വെച്ചോ. എന്താ പറയാ, ഞാൻ വെക്കട്ടെ. എന്താ വെച്ചാൽ വെച്ചോ, രസം ഉണ്ടായാൽ മതിയെന്ന്. പക്ഷെ വറുത്തരച്ചുള്ള കറിയാണെന്ന് മൂപ്പര് കറിയില്ല. വറുത്തരച്ച കറി ഇഷ്ടേ അല്ല, മസാല കറി ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മൾ എന്നെ കൊഞ്ച് തീയൽ. ഹലോ ഗൈസ്, അലക്കി തോരണം പാടിയൊക്കെ വന്നാൽ ക്ഷീണപ്പെട്ടപ്പോൾ നമ്മൾ വത്തക്കൊരു കടി കടിച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ കടി ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല സുഖമുണ്ട്. സ്വർഗടി. ഉണ്ണേട്ടനോട് ചോദിക്കാം നമുക്ക് വറുത്തരച്ച കറിയാണെന്ന് പറഞ്ഞാൽ എന്താ പറയാൻ നോക്കാം. ഉണ്ണേട്ടാ ഒന്നും കൊണ്ട് വരുമോ? വാ. വേറെ വീഡിയോ അത് പറയൂ. വാ, ഒന്ന് കൊഞ്ച് തീയലാക്കണം. ആ കൊഞ്ച് തീയൽ എങ്ങനെയാ അറിയോ? വറുത്തരച്ചിട്ട്. കേട്ടില്ല? വറുത്തരച്ചിട്ടല്ല. അപ്പൊ നിങ്ങൾ നേരിട്ട് കേട്ടില്ല. ഞാൻ എന്താ പറഞ്ഞ കേട്ടി. ഞാൻ വെറുതെ പറയുന്നത് സത്യം. വറുത്തരച്ച കറി ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ ഉണ്ണേട്ടൻ കൊഞ്ച് തീയൽ വേണ്ട, മസാലക്കറി എന്തെങ്കിലും വെച്ച് പറഞ്ഞപ്പോയി. അപ്പൊ നമ്മൾ എന്തായാലും കൊഞ്ച് തീയൽ വെക്കാൻ തീരുമാനിച്ചല്ലേ. അപ്പൊ നമ്മൾ ഒരു മുറി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില നമ്മൾ മരത്തുമെന്ന് പറിച്ച് അതൊക്കെ കയ്യിലിട്ടുണ്ട്. നമ്മളിതിൽ വെളുത്തുള്ളി ഇടുന്നില്ല, കാരണം കൊഞ്ച് തീയലിൽ വെളുത്തുള്ളി ഇടുമായിരിക്കും, പക്ഷെ നമ്മൾ ഇടുന്നില്ല. വെളുത്തുള്ളി ചോയ വേണ്ട. അപ്പോൾ നമ്മൾ ഉള്ളി അരിയാൻ പോവാം. ഉള്ളി കട്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ വീഡിയോ ലെങ്ത് ആവാൻ പാടില്ല. നമ്മുടെ ഉണ്ണിയേട്ടന് കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് പൊരിക്കാം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ കൊഞ്ച് തീയലിനുള്ള എന്താ പറയാ ഇപ്പോൾ പറഞ്ഞുതരാം. നമ്മുടെ വെളിച്ചെണ്ണ അങ്ങനെ പതക്കുന്നുണ്ട്. പുക പോകണുണ്ടോ? വെളിച്ചെണ്ണ കുറേ ഒഴിച്ചുണ്ട് അതിൽ. ഇത് നമുക്ക് ഇട്ടിട്ട് അപ്പടിയേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, തേങ്ങ ഇട്ട് കൊടുക്കണം. ഇത് കരിഞ്ഞു പോകും. തേങ്ങ ആയിട്ടിട്ടാ പോലെ അതാ നല്ലത്. അപ്പൊ നമ്മൾ തേങ്ങ ഒരു ഇതായിട്ട് നമുക്കിടാം. അപ്പം തേങ്ങ ഒന്ന് പൊരിയട്ടെ. നമുക്ക് ഉള്ളി തക്കാളി ഒന്ന് അരിഞ്ഞ് സെറ്റാക്കാം. കുഞ്ഞുള്ളി കുറച്ച് നന്നാക്കി കുഞ്ഞാന്ന് അരിഞ്ഞ് വെച്ചിരിക്കണം. അത് വറവിൽ ചേർക്കണം. ഹലോ ഗൈസ്, നമുക്ക് ഉള്ളി തക്കാളി ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ. അത് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് കുക്കറിലാണ് തൊട്ടത്. അതൊന്ന് ലാളണ്ടേ. അപ്പം നമുക്ക് ലാലിച്ചാൽ നമ്മുടെ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ബാക്കിയെല്ലാം നമ്മളിതിൽ ചേർക്കണുണ്ട്. നമുക്കൊരു കഷ്ണം ഇഞ്ചി നന്നാക്കിയിട്ട് നമുക്ക് തേങ്ങയിലേക്ക് ഇടാം, തേങ്ങ വറവിലേക്ക് ഇടാം. അപ്പോൾ അതങ്ങോട്ട് അതിലടിഞ്ഞോളും. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. മതിയില്ലേ? മതി. നമ്മുടെ തേങ്ങ വറവ് ഇവിടെ ആയതുകൊണ്ട് വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ഇതിൻ്റെ സ്പെഷ്യൽ വെപ്പാണ് കേട്ടോ.
കഥയിൽ ചോദ്യമില്ല, തീയലിൽ ഇതൊന്നും ഇല്ലല്ലോ ഒന്നും പറയരുത്. തീയലിൽ സ്പെഷ്യലാണ്. ഇച്ചിരി കൈ കഴുകി വെള്ളം ഒഴിച്ച്. ഹലോ ഗൈസ്, നമ്മുടെ തേങ്ങ വറവ് പെട്ടെന്നായിട്ടോ. കാരണം തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇനി ഇഞ്ചി കഷ്ണം അങ്ങോട്ട് ചതച്ചേക്ക് കേട്ടോ. ഇതായി തേങ്ങ വറവ് ഇത്ര പെട്ടെന്നായോ വിചാരിക്കുന്നത്. ഇനി ഇതും കൂടി തട്ടിക്കൊടുക്കാം കേട്ടോ. നമുക്കിത് കരിഞ്ഞുണ്ടോ, നമുക്ക് വേഗം അങ്ങോട്ട് ഓഫാക്കി കാണാം. നമ്മൾ കൊഞ്ച് തീയലൊന്ന് നമുക്കെന്താ കൊഞ്ച് തീയൽ ഉണ്ടാക്കാനായിരുന്നത്? നമ്മളോടാണ് കളി. കണ്ണാ നീ എന്നും കവർന്നിന്നു കൈ നീട്ടും പൊന്നുണ്ണി. അപ്പൊ നമ്മളിത് ഓഫാക്കിട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടി കരിയും, മല്ലിപ്പൊടി കരി, മഞ്ഞപ്പൊടി കരി. അപ്പം നമ്മളിത് ഓഫാക്കി. ഇതിട്ടത് നമ്മൾ ഓഫാക്കി. നമ്മുടെ തേങ്ങ വറവ് ഇവിടെ സെറ്റായി. സെറ്റ് മസാല. ഹലോ ഗൈസ്, നമുക്ക് ഇനി ഒരു ഇച്ചിരി ഗരം മസാലപ്പൊടി ഈ വറവിൻ്റെ അകത്തേക്ക് കിടക്കട്ടെ. കഥയിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. കൊഞ്ചിൽ ഇതൊക്കെ ഇടുമെന്ന് ചോദിക്കരുത്. നമ്മുടെ കോഴിക്കോടൻ എൻ്റെ സ്പെഷ്യൽ കൊഞ്ചല്ല തീയല്, കൊഞ്ച് തീയല്. അപ്പൊ നമുക്ക് ഇതങ്ങോട്ട് ആട്ടി വെച്ച് കാണാം കേട്ടോ. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇത് ആക്കാൻ പോവാണ്. ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നമ്മുടെ തേങ്ങ വറവ് അരച്ചാട്ടെ കേട്ടോ. ഇനി എന്താ, നമ്മുടെ ഉണ്ണിയേട്ടന് മാത്രം പൊരിക്കാൻ ചെമ്മീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചെമ്മീൻ ഓൾറെഡി ഇതാ. ഇനി നമുക്ക് തീയൽ വെക്കാനുള്ള ചെമ്മീൻ കടി ചട്ടിയിൽ. വെള്ളരിക്കൊന്നും ഇടുന്നില്ല കേട്ടോ, നമ്മുടെ ഉണ്ണിയേട്ടനൊന്നും ഇഷ്ടാവും. ഹലോ ഗൈസ്, അപ്പം നമുക്ക് ചെമ്മീൻ ഇതാ നമ്മുടെ കുക്കറിൽ ഇതങ്ങോട്ട് താളിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഇനി അങ്ങോട്ട് ചെമ്മീനും അതിൽ കിടന്നൊന്ന് വേവട്ടടി. അപ്പം നമുക്ക് രണ്ടിൻ്റെ ശേഷം നമുക്ക് ഗ്യാസ് കത്തിച്ചു കേട്ടോ. കുറേ സമയം ഈ ചെമ്മീനൊന്ന് വേവട്ടോ. അടച്ചു വെച്ച് വേണം. ഇനി നമുക്ക് ഉണ്ണിയേട്ടനെ പൊരിക്കാനുള്ള ചെമ്മീനൊന്ന് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഈ ഉണ്ണിയേട്ടന് മുട്ടാറി ഒരു 2-2.5 കരണ്ടി മതി. അപ്പം അത് ഉണ്ണിയേട്ടൻ കഴിച്ചാൽ ഇച്ചിരി ബാക്കി ഉണ്ടാവും, അത് അമ്മായി കഴിക്കും. ഗൈസ്, നമ്മളത് കഴുകി ഊറ്റി വെച്ചതാണ്. എന്നിട്ട് ഇതിലേക്ക് ഇതാവും 1 സ്പൂണ് 2 സ്പൂണ് തേങ്ങ. ഇത് വെച്ച് നമ്മൾ അടിക്കും. നമ്മുടെ ചെമ്മീൻ കൊഞ്ച് നല്ല കുഞ്ഞിക്കൊഞ്ചായി വരുന്നു ഗൈസ്. നമ്മൾ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. നമുക്കൊരു ഇച്ചിരി നെക്കിയിട്ട് ഒഴിക്കാം വേണമെങ്കിൽ. ഗൈസ്, ഇതങ്ങനെ ആയിക്കൊണ്ട് വെക്കുമ്പോൾ നമുക്ക് അരപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഹലോ ഗൈസ്, ചെമ്മീനൊക്കെ വെന്തിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ ഭയങ്കരമായ രസം ഉണ്ടായിരുന്നു. ഈ അരപ്പ് ചേർത്തിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ പോയോന്ന് അറിയില്ല. നമ്മുടെ കൊഞ്ച് ഇനി നമുക്കിതിലേക്ക് ഇച്ചിരി എന്തായാലും പുളി ഒഴിക്കേണ്ടി വരും. കട്ടി കൂടിയോ നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളിത് ടേസ്റ്റ് നോക്കിയിട്ടോ സൂപ്പറാണ്. ഈ പുളിവെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ചെമ്മീൻ്റെ പുളി തന്നെ അതിൽ പുളിരസം തന്നെ ഉണ്ട്, നല്ല രസമുണ്ട്. നമ്മളെ വറവ് എന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്തരച്ചത് ചേർത്തിപ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ്. ഇതിൻ്റെ മുഖം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മൾ കറിയാണ് ഇപ്പോൾ കാണുന്നത്. നമ്മുടെ കൊഞ്ച് തീയൽ ഇവിടെ റെഡി ആയിരിക്കട്ടെ ഗൈസ്. ഇനി നമുക്ക് കറിവേപ്പില ചേർത്തണം, നന്നായിട്ടൊന്ന് വെട്ടി മറിയട്ടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ കൊഞ്ച് തീയലൊക്കെ നന്നായി ആയി. നമ്മളിതിൽ നമ്മുടെ നാടൻ പാട്ടിൻ്റെ മടിശീല കേളുങ്ങി നാട്ടിൻ പുറത്ത് നമ്മളെ വീട്ടിലുണ്ടായ കറിവേപ്പില. അപ്പോൾ അതൊക്കെ സെറ്റായി നമ്മൾ അടച്ച് വെച്ച് മൂടി വെക്കാൻ നമ്മൾ പോകുന്നു. അടച്ച് വെച്ച് മൂടി വെക്കാൻ പോകുന്നു. ഗ്യാസ് ഓൺ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോ ഫുൾ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മുത്താറിയും തേങ്ങ കൂടിയൊക്കെ അരച്ച് വെച്ചില്ല, കഴുകി അരച്ച് വെച്ചല്ലേ, അല്ല കഴുകി അരിച്ച് വെച്ചതല്ലേ. ഇനി നമുക്കിത് മിക്സിയിലിട്ടൊന്ന് നന്നായി അരയ്ക്കാം.
അപ്പൊ ഗൈസ് നമ്മള് ഇന്നത്തെ നമ്മുടെ നായ്ക്കളെ മുത്താറി ഇനി നമുക്ക് ഈ അരിപ്പ വെച്ച് അരിച്ചെടുക്കും. ഡെക്സാബെറ്റിക്ക് അടിയാണ്. ഡെക്സാബെറ്റിക്ക് കൊടുക്കും കേട്ടോ. ചിലപ്പം കുടിക്കും, ചിലപ്പോൾ കുടിക്കൂല. കട്ടി കൂടി പോയാൽ കുടിക്കൂല. ഇപ്പൊ ഏറെ കട്ടിയിൽ തന്നെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഉണ്ണേട്ടൻ കോരി കഴിക്കും. അണ്ടിയും മുന്തിരിയും. അണ്ടി തീർന്നുണ്ട്, ഉണ്ണേട്ടനോട് പറയും. അപ്പൊ നമ്മൾ ഇത് അരിച്ചരിച്ചും കാണാൻ ലെങ്തായി പോകും വീഡിയോ. അങ്ങനെ കഴിച്ച് നമ്മൾ ഇതൊക്കെ അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വെറുതെ ആക്കും കേട്ടോ. അതിൻ്റെ ചെടികൾക്ക് കൊണ്ടായിട്ട് വളമാക്കിയിടും. ചെടികൾക്കും കൊടുക്കും ഞാൻ മുത്താറി പോഷകം, റാഗിപ്പൊടി എന്ന് പറയും. അപ്പം നമുക്ക് ഹലോ ഗൈസ്, ശർക്കര ഒരാണിടൂല കേട്ടോ. മധുരം കൂടി പോലെ മധുരം കൂടാൻ പറ്റില്ല. അപ്പം നമ്മൾ അതിൻ്റെ ഹാഫ് എല്ലാം മുറിഞ്ഞില്ലേ, അതങ്ങനെ ഉണ്ടാക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് അതിലേക്കാണ് കേട്ടോ അരപ്പേക്ക് പാല്. ഇന്നലെ അരപ്പേക്ക് എടുത്ത് അതിൻ്റെ അരപ്പേക്ക് കേട്ടോ. അരപ്പേക്ക് 250, 500 അല്ലത് 250. അപ്പം ഇത് റെഡി. പൈസ വിളിക്കാൻ നനഞ്ഞു. ഞാൻ പണി എടുത്താലും ഒരുപോലെ എന്നറിയും. നമ്മളെ ലൈബ്രറിയൊക്കെ വരാൻ സമയമായി പറഞ്ഞാൽ നമ്മൾ തോക്ക് പണി കൂടെ ഇരിക്കുക, അതറിയോ? പെൻഷൻ പറ്റിയാൽ മതി. അപ്പൊ നമുക്ക് ഈ മുത്താറി അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ബാക്കി പണിയും കൂടി കാണാം. ഓക്കെ, വന്നോളൂ പെട്ടെന്ന് വന്നോളൂ, വരൂ. നാടൻ പാട്ടിന്റെ മടി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാലില്ലേ തെറുതലില്ലാതെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം. ഈ അടി പിടിച്ചു പോകും. ആരാ വിസലടിക്കണേ? എന്തുവാടാ ചക്ക? പ്രാവുണ്ട്, പ്രാവ് മേലോട്ടൊക്കെ ആവും ഞാൻ. പ്രാവിന് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ ഇളക്കിക്കൊണ്ട് നിൽക്കാം. നമ്മുടെ ചീഞ്ചട്ടി ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. നമുക്ക് പപ്പടം പിരിക്കാം. ഇത് നമ്മുടെ മുത്താറി പെട്ടെന്നില്ലേ അടി പിടിക്കും. എടുത്ത് ഇങ്ങനെ നിന്നുകൊണ്ടേ ഇരിക്കണം. അപ്പൊ നമ്മള് പപ്പടം പിരിക്കാൻ പോകണം കേട്ടോ. ക്യാഷ് നമ്മുടെ മുത്താറി ഇങ്ങനെ പോലെ ഉണ്ടാവാം. ഇനി നമുക്ക് പപ്പടം കാച്ചാം. പപ്പടത്തിനുണ്ടാകും പൊക്ക വെട്ടാനൊരു മതി. ക്യാഷ് നമുക്ക് കൊഞ്ച് തീയിലേക്ക് കൊഞ്ച് വറവ് ചാപ്പി കൊടുക്കും. അങ്ങനെ നമ്മുടെ സൂപ്പർമാം ഉള്ളി തീയൽ അല്ല കൊഞ്ച് തീയലൊക്കെ കെട്ടി നമുക്ക് അങ്ങനെ നമ്മുടെ കൊഞ്ച് തീയൽ റെഡി. ആയോ? കൊഞ്ച കുറയ്ക്കണം. നമ്മുടെ മുത്താറി ഇവിടെ റെഡി കടം. കാരണം നമ്മുടെ മുത്താറി അപ്പോൾ കേട്ടോ. ഇത് കുറച്ച് കഴിഞ്ഞാൽ കൂടി കട്ടെ. നമുക്ക് അതിലേക്ക് കാട്ടണം. ഇത് മതി കേട്ടോ. ഇത് നമുക്ക് അണ്ടിയില്ല, മുന്തിരി മാത്രമേ ഉള്ളൂ. അണ്ടി തീർന്ന് കുറച്ച്. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ചോറൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ തീയലുണ്ടാക്കുന്നത്. തീയലെന്ന് എല്ലാവരും എപ്പോഴും തീയല് പറയും. ഞാൻ വിചാരിക്കും ഇത് എന്താ സംഭവം. വറുത്തരച്ചൊരു കറിക്കാണ്. നമ്മൾ ഫുള്ള് വറുത്തരച്ച് കറിയൊക്കെ വെക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇനി നമുക്ക് പപ്പടം വേണ്ട. ചെമ്മീൻ പൊരിച്ചത് അതെല്ലാവരും ഞായറാഴ്ച സ്പെഷ്യലായിട്ട് ചോറ് വയ്ക്കാൻ വന്നോളെ. ഞാനും ഇതുണ്ടായിരുന്നു ചോറ് വയ്ക്കാം. അമ്മായി ഇപ്പോൾ കഴിക്കില്ല. അമ്മായി ഒരു 10 മണിയാകുമ്പോൾ ഇച്ചിരി കഞ്ഞി കഴിക്കും. അപ്പോൾ ഞങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അമ്മായിൻ്റെ സൗകര്യത്തിനപ്പോൾ കഴിക്കുക. വാവ്,